ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഈസ്റ്റർ ആഘോഷിച്ചു. പീഡാനുഭവങ്ങൾക്കും കുരിശുമരണത്തിനും ശേഷം യേശുക്രിസ്തു മൂന്നാം നാൾ ഉയിർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കലാണ് ഈ ദിനം. മനുഷ്യരാശിയുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിലേറ്റപ്പെട്ട യേശുദേവൻ മരണത്തെ കീഴടക്കി ഉയിർത്തെഴുന്നേറ്റു എന്ന വിശ്വാസമാണ് ഈസ്റ്റർ ആഘോഷങ്ങളുടെ ആധാരം. മരുഭൂമിയിലെ യേശുവിൻ്റെ 40 പകൽ രാവുകളുടെ ഓർമ്മ പുതുക്കി 50 ദിവസത്തെ നോമ്പും പ്രാർത്ഥനാ നിർഭരമായ ചടങ്ങുകളും പൂർത്തിയാക്കിയാണ് വിശ്വാസികൾ ഈ പുണ്യദിനത്തിലേക്ക് എത്തിയത്. ദേവാലയങ്ങളിൽ ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിരുന്നുകൾ ഒരുക്കി ഈസ്റ്റർ ആഘോഷം വീടുകളിലും സജീവമാണ്. കേവലമൊരു ആഘോഷത്തിനപ്പുറം മനുഷ്യ മനസ്സുകൾ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കും ദയയിലേക്കും ഉയിർത്തെഴുന്നേൽക്കുമ്പോഴാണ് ഈസ്റ്റർ അതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നത്. പീഡാനുഭവങ്ങൾക്കൊടുവിൽ വിജയം സുനിശ്ചിതമാണെന്ന വലിയ സത്യം ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വീണ്ടുമൊരു ഈസ്റ്റർ കൂടി കടന്നുപോകുന്നു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നടന്ന ഈസ്റ്റർ തിരുക്കർമ്മങ്ങൾക്ക് ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറിയാലത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു.